എനിക്കൊരു ജോലി വേണം. അച്ഛൻ പറഞ്ഞ ജോലി എനിക്ക് വേണം. ഇതിനിപ്പോ പ്രത്യേകമായിട്ട് അവിടെ ചെന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇഷ്ടമാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ കൊണ്ടുചെല്ലാനാ പറഞ്ഞിരിക്കുന്നു. അത് നേരാ. പക്ഷേങ്കിൽ അവൻ അവിടെ ചെന്ന് എങ്ങനെ പിഴയ്ക്കുമെന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ആയില്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ ഉള്ളേ? നീ ഒരു കാര്യം ചെയ്യേ, അവന്റെ വേഷമൊക്കെ എടുത്തൊന്ന് കഴുകിയിട്. ഉള്ളത് വൃത്തിയായിട്ടെങ്കിലും ഇട്ടുകൊണ്ട് പോവാമല്ലോ. കളികോട്ടെ വൃത്തിയാക്കി. അല്ല അല്ല, നീ വന്നേ അല്ല. ആ നിക്ക്, നീ വന്നേ അല്ല, ഒരു കാര്യം പറയട്ടെ. ഇതൊന്ന് നോക്കിക്കോണേ. സമ്മതിക്കില്ലല്ലോ. അന്ന ഒരു കാര്യം അറിഞ്ഞ, എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടി. അത് ഞാൻ ഇന്നലെ അറിഞ്ഞില്ലേ. എറണാകുളത്ത് കൊട്ടകയുണ്ടോ അന്ന? കൊള്ളാം. അവിടെ അതല്ലേ ഉള്ളൂ. 6 or 7 കാണണം. വലിയ വലിയ കൊട്ടകയായിരിക്കും. വലിയ പിന്നെ വലിയ കൊട്ടാരം പോലെയുള്ള കൊട്ടകയല്ലേ. ഒന്നിന് മീത ഒന്ന്, രണ്ടിടത്തും ഒരേ സമയത്ത് 2 കളി. ഇനി മണിയമ്പിള്ളയ്ക്ക് മാറി മാറി ഇഷ്ടം പോലെ പടം കാണാമല്ലോ. അവിടെയൊക്കെ പടം കണ്ട വേറൊരു മേന്മയും കൂടി ഉണ്ട്. പടങ്ങൾ കാണണമെങ്കിൽ അവിടെ വെച്ച് കാണണം. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേക്കും കാണാൻ കൊള്ളാമെന്നൊക്കെ അവന്മാർ കണ്ടിച്ചറിയില്ലേ. ആട്ടെ, മണിയമ്പിള്ള ഇനി എന്നാ വരുന്നേ? അത് അച്ഛൻ കൊണ്ടുവരുമ്പോ. എന്നാ ഇത് വച്ചോ. മണിയമ്പിള്ളയ്ക്ക് അണ്ണന്റെ വക ഒരു സിനിമ കാണാനുള്ള കാശ്. പിന്നെ വലിയ വലിയ കൊട്ടയിലൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോഴേ ഈ പാവം പിടിച്ച അണ്ണനെ മറന്നു കളയരുത് കേട്ടോ. നീ എറണാകുളത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. വലിയ പട്ടണമാ. നാളെ എന്നെ എപ്പോഴാ പോന്നെ? രാവിലെ 8:30 മണിക്ക്. അതിനു മുമ്പ് വന്ന ഇന്നാളെ ചോദിച്ച പാട്ടുദിവസം തരാം. അപ്പോ നിന്റെ കാര്യം രക്ഷയായല്ലോടാ മണിയാ. എവിടെയാ പണി? അങ്ങ് എറണാകുളത്ത്. എന്തുവാ പണി? അത് അച്ഛനെ അറിയത്തുള്ളൂ. ഞാൻ കമലത്തിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ വന്നതാ. എനിക്ക് ഉടനെ പോണം. മുണ്ടൊക്കെ മടക്കി വെക്കണം. ഇതാ, ഇത് വെച്ചു. നീ പോയി നന്നായി വാ. കമലം എന്തിയെ കമലത്തിന്റെ അമ്മേ? അവൾ അപ്പുറത്തെങ്ങാണ്ടുണ്ട്. എന്നാ ഞാൻ പോവുക. മണിയൻ ചേട്ടാ, കോൾ അടിച്ചല്ലോ. എവിടെയാ ജോലി? അങ്ങ് എറണാകുളത്ത്. ഇവിടുന്ന് 3 മണിക്കൂർ ബോട്ടേ ഇരിക്കണം. എന്തോ പണി? അതറിയാൻ മേല. അച്ഛനാ പറഞ്ഞ്. എപ്പോ പോവും? നാളെ. എറണാകുളത്തൊക്കെ പോയാ ചേട്ടൻ ഞങ്ങളെങ്ങനെ ഓർമ്മിക്കൂ? ഞാനൊന്നും ഓർമ്മിക്കും. നീ പോവുണ്ടെന്നോ? കണ്ടോ, പോകാൻ പോകുന്നു പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം മറന്നല്ലോ. ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോട് സ്നേഹമുണ്ടെന്ന്. എനിക്ക് വലിയ സ്നേഹമാണ്. ചേട്ടൻ പോയോ? ചേട്ടൻ ഇന്നലെയാണല്ലോ പോയത്. മണിയൻ ചേട്ടൻ എവിടെയായിരുന്നു? ചേട്ടൻ എത്ര നേരം കാത്തിരുന്നോ? മറ്റേ ആള് പോയോ? ആര്? കമലത്തെ കല്യാണം കഴിക്കാൻ പോണ ആള്. മണിയൻ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിരിക്കട്ടെ, മണിയൻ ചേട്ടൻ കല്യാണത്തിന് വരുമോ? അയ്യോ, അത്ര പെട്ടെന്നൊന്നും എറണാകുളത്തുനിന്ന് വരാൻ ഒക്കത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞു. വലിയ ദൂരമാ. ഞാൻ പോട്ടെ. മണിയൻ ചേട്ടാ, അപ്പോ അമ്മ തന്നപ്പോ വാങ്ങിയതോ? എനിക്കിത് വേണ്ട. അവരൊക്കെ വലിയ ആളുകളാ. കെട്ടിനും മട്ടിനും ഒക്കെ നിൽക്കണം. കടയിലെങ്ങാനും പറഞ്ഞയച്ച അവിടൊക്കെ ചുറ്റിക്കറങ്ങാതെ സമയത്തിനങ്ങ് എത്തണം. നീ അവിടെ അടങ്ങി ഒതുങ്ങി നിന്ന അങ്ങേരെന്തെങ്കിലും പണി മേടിച്ചു തരും. ആരെന്ത് പറഞ്ഞാലും എന്റെ മക്കൾ അനുസരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഇമ്മ,
സിനിമയുടെ കടലാസ പുസ്തകം മതിയാ എടുത്തോ. ചേട്ടൻ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ. എത്ര മണിക്ക്? 8 മണിക്കെന്ന അച്ഛൻ പറഞ്ഞു. എന്തായാലും അതിനു മുമ്പ് ഞാൻ പോകും. 7:30 മണിക്കാണ് എന്റെ ബസ്. ഇതായത് വെച്ചോളൂ. താങ്ക് യു. ഞാൻ പോവാ. പോവാന്ന് പറയാതെ മക്കളെ, പോയേച്ച് വരട്ടെ എന്ന് പറ. ഞാൻ പോയി ചേരട്ടെ. ദാ 10 രൂപയുണ്ട്. ഇത് നിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. വെറുതെ കാശ് അനാവശ്യമായി ചെലവാക്കരുത്. അച്ഛനോട് പറയരുത്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്. എന്തുവാ? ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അമ്മമാനോടെ കാത്തു നിൽക്കുക രാഹുകാലം വരെ. ഒന്നും കൂടെ ഇറങ്ങി വാടാ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ മണിയാ. അച്ഛൻ വിളിക്കുന്നു. അവിടെ ചെന്നാൽ കണ്ട പിള്ളേരായിട്ട് കൂട്ടുകൂടി നടക്കരുത്. ഇല്ല. അവരെ കൊണ്ടൊരു ദുഷിച്ച അഭിപ്രായം പറയിപ്പിക്കാൻ നീ ഇടവരുത്ത്. ഇല്ല. പറയുന്ന എന്താന്ന് വെച്ചാൽ കേട്ട് അതിന് മട്ടിനും മര്യാദയ്ക്കും നിന്നോണം. ഇല്ല. പറയണ കേട്ടോ നീ. കേട്ടു. കടത്തു പോകാൻ താമസം ഉണ്ടതായത്? ഇല്ല, ഇപ്പൊ പോകും. അച്ഛാ, എനിക്ക് വീട് വരെ ഒന്ന് പോണം. എന്തിനാടാ? പോണം. ഇപ്പൊ വരാം. ഒന്നും കൂടെ വാടാ. പറഞ്ഞ പുസ്തകം വന്നില്ലെങ്കിൽ എന്തിനാ സാർ? അതിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങിച്ചേക്കണം. ശരി. പിന്നെ അവരെ കൊണ്ടുവരാൻ വണ്ടി വെക്കണമെന്നല്ലേ പറഞ്ഞത്? അതെ. എത്ര മണിക്ക്? 9:30. ശരി, വയ്ക്കോ. ഇതാണോ എറണാകുളം? ഇവിടുത്തെ ആൾക്കാര് എറണാകുളം എന്നാ പറയുന്നത്. മണിയമ്പിളേക്ക് വരണം. അച്ഛൻ പോയതിൽ മണിപിള്ളയ്ക്ക് വിഷമമുണ്ടോ? അതെന്താ? വീട്ടിലാണ് അച്ഛൻ എന്നെ കണ്ടവാനം തല്ലും. എന്തിനാ? അത് എന്റെ കയ്യിരിപ്പ് കൊണ്ടാ, വെറുതെ അല്ല. പക്ഷെ ബാബുവിന് തല്ലത്തില്ല. ആരാ ബാബു? എന്റെ അനിയെ കോളേജിൽ പഠിക്കുവാ. പഠിക്കാൻ മുടുക്കനാ. ഇതെന്താ പൊയ്ക്കട്ടെ? ഇതെന്റെ ഉടുപ്പാ. ഇതെന്താ കൈ വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ മുറി കാണിച്ചു തരാം. ഇതാണ് മണിയമ്പിള്ളയുടെ മുറി. എന്താ, ഇഷ്ടപ്പെട്ടോ? ഈ സാധനങ്ങളൊക്കെ അവിടെ വെച്ചാല്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ശരിയാക്കി വെക്കാം. ആട്ടെ, മണിയമ്പിള്ള വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഉണ്ടതാ. വൈകിട്ടോ? വൈകിട്ടൊന്നും കഴിച്ചില്ല. ബോട്ട് നിർത്തിയെടുത്ത് വെച്ച് ഞാൻ ചായ വേണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇവിടുത്തെ ചായയൊക്കെ ചീത്തയാണ്. ശരി, വാ. ഒറ്റയ്ക്കാ ഉള്ള ഇവിടെ. ആര്? റഹീമിന്റെ അച്ഛൻ. റഹീമിന്റെ അച്ഛനോ? അത് കൊള്ളാം. റഹീമിന്റെ മകനൊന്നും അല്ല, ഇവിടുത്തെ ഡ്രൈവറാ. പിന്നെ മണിയമ്പിള്ള എന്നെ സാറെന്ന് വിളിച്ചാൽ മതി, അതല്ലേ സൗകര്യം? പിന്നെ എനിക്ക് ഒരു മകളെ ഉള്ളൂ. അവളും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയിരിക്കാം.
അവരിപ്പോ ഈ വരും.